ഫോക്കസ് ഏരിയ ആസ്പദമാക്കിയുള്ള ഏതാനും മാതൃകാ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം ഒന്നാം അധ്യായമായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ നിന്നുള്ളതാണ്. ഏതാനും സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അവ വായിച്ചു നോക്കിയിട്ട് ട്രൂ ഓർ ഫോൾസ് എന്ന് ഉത്തരം എഴുതണം. A body of mass m is charged negatively. State whether the following statements are true or false. A. During charging, there is change in mass of the body. ഒരു വസ്തുവിനെ ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ മാസിന് വ്യത്യാസം വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ചാർജിംഗ് നടക്കുമ്പോൾ ഇലക്ട്രോണുകളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇലക്ട്രോണുകൾക്ക് മാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചാർജിംഗ് നടക്കുമ്പോൾ മാസ് വ്യത്യാസപ്പെടുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോണിന്റെ മാസ് എന്നാൽ 9.1 × 10⁻³ കിലോഗ്രാം ആണ്. വളരെ ചെറുതാണ്. പക്ഷേ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ട്, ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായും ചാർജിംഗ് നടക്കുമ്പോൾ വസ്തുവിന്റെ മാസിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ബി. The body can be charged to 2.5 E where E is the charge of an electron. ക്വാണ്ടിസേഷൻ ഓഫ് ചാർജിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് ഈ ചോദ്യത്തെ പരിഗണിക്കാവുന്നതാണ്. ഒരു വസ്തുവിനെ 2.5 E ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് പ്രകാരം Q ± NE ആണ്. ഇലക്ട്രോണിക് ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ചാർജ് ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നത് എന്നാണ് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് പറയുന്നത്. ഇലക്ട്രോണിക് ചാർജിന്റെ പൂർണ്ണ ഗുണിതങ്ങളായിട്ടാണ് ചാർജ് ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നത്. 2.5 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യയല്ല. പൂർണ്ണസംഖ്യ ഗുണിതങ്ങളായിട്ടേ ചാർജ് ലഭിക്കാനോ നഷ്ടപ്പെടാനോ സാധിക്കുകയുള്ളൂ. 1, 2, 3 etc. E ടൈംസ് C. അങ്ങനെയാണ് ഒരു വസ്തുവിന്റെ ചാർജ് കാണപ്പെടുക. അങ്ങനെയാകുമ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഓക്കെ. സി. While charging the body by induction, new charges are created in it. ഇപ്പൊ ചാർജിംഗ് ബൈ ഇൻഡക്ഷൻ നടക്കുമ്പോ പുതിയ ചാർജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ചോദ്യം. ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നൊന്നുമില്ല, ചാർജ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ചാർജിംഗ് എ ബോഡി വിത്തൌട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്, അതാണ് ചാർജിംഗ് ബൈ ഇൻഡക്ഷൻ എന്നാൽ ഉദ്ദേശിക്കുന്നത്. ചാർജ് അക്വയർഡ് ബൈ ദ ബോഡി ഈസ് ഓപ്പോസിറ്റ് ടു ദി ചാർജിംഗ് ബോഡിയാണ്. നോ ലോസ് ഓഫ് ചാർജ് ഫോർ ദി ചാർജിംഗ് ബോഡി. സെയിം ചാർജ്ഡ് ബോഡി ക്യാൻ ബി യൂസ്ഡ് ടു ചാർജ് ഡിഫറെന്റ് ബോഡീസ്. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചാർജിംഗ് എ ബോഡി ബൈ ഇൻഡക്ഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. ന്യൂ ചാർജസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡി. The force between two charged objects is less when there is a medium between them. നമുക്ക് ചാർജ്ഡ് ഓബ്ജക്ട്സിന് ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂളംസ് ലോ പ്രകാരം അറിയാം. ചാർജുകൾക്കിടയിലുള്ള മീഡിയം എന്ന് പറയുന്നത് എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ F = 1/4πε0 Q1 Q2/r² എന്നതാണ്. അപ്പോ ഇതിനിടയിൽ ഒരു മീഡിയം വന്നു കഴിഞ്ഞാൽ ആ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് εr കൂടി പരിഗണിക്കേണ്ടതായി വരും. അന്നേരം ഫോഴ്സ് കുറയുന്നത് 1/4πε0 εr Q1 Q2/r² എന്ന രീതിയിലായിരിക്കും. അതായത് 1/εr കണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. സോ ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് ബോഡീസ് ഈസ് ലെസ് വെൻ ദർ ഈസ് എ മീഡിയം ബിറ്റ്വീൻ ദം. എയറിലുള്ളതിനേക്കാളും ഫോഴ്സ് കുറവായിരിക്കും അവയ്ക്കിടയിൽ മറ്റേതെങ്കിലും മീഡിയം വരുമ്പോൾ. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, നെയിം ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ്ഡ് ഫോർ ദി ഫോളോയിങ് ആപ്ലിക്കേഷൻസ്.
ഏതാനും ആപ്ലിക്കേഷനുകൾ തന്നിട്ടുണ്ട്. അതിന് പ്രയോജനപ്പെടുത്തുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഏതാണെന്ന് പറയണം. എ, ഇമേജിംഗ് ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി. നമുക്കറിയാം എക്സ്റേസ് ആണ് ഇമേജിംഗ് ഓഫ് ബോൺസിന് പ്രയോജനപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ. ഉത്തരം മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ് ഓർ അൾട്രാ ഹൈ ഫ്രീക്വൻസി വേവ്സ്, UHF. സി, റിമോട്ട് കൺട്രോൾ ഓഫ് TV സെറ്റ്സ്. റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. ഫോർ സ്റ്റെറിലൈസിംഗ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് UV റേസും ഗാമ റേസും ഉപയോഗിക്കാം. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കൃത്യമായി പഠിച്ചു വെക്കണം. ഗാമ റേസ്, എക്സ് റേസ്, UV റേസ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേസ്, മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ്. അതിന് കൃത്യമായ ഓർഡറിൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്തിലോ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്തിലോ അത് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഫ്രീക്വൻസിയുടെ ഓർഡറിലോ വേവ് ലെങ്തിന്റെ ഓർഡറിലോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഒന്നാം അധ്യായമായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ളതാണ്. ഗോസസ് തിയറവും അതിന്റെ ആപ്ലിക്കേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താനായി ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയറാണ്. സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താനായിട്ടാണ് ഗോസസ് തിയറം വളരെ സൗകര്യപ്രദമായി ഉപയോഗിക്കാനാവുന്നത്. ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. കൺസിഡർ an infinitely long straight uniformly charged wire with linear charge density lambda. A, to find the electric field at P located at a distance r from the line charge, describe an appropriate Gaussian surface. ലൈൻ ചാർജിനെ പറ്റിയ ഗോഷ്യൻ സർഫസ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം അത് സിലിണ്ടർ ആണെന്ന്. തുടർന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. B part, define electric flux. Write a mathematical expression for the electric flux. Electric flux phi എന്ന ഗ്രീക്ക് ആൽഫബറ്റ് ഉപയോഗിച്ചാണ് സൂചിപ്പിക്കാറുള്ളത്. Electric flux phi equal to surface integral vector E dot vector ds is equal to 1 by epsilon 0 q. നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. C part, find the electric flux through the Gaussian surface for the above mentioned wire. അതായത് infinitely long സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ കാരണമുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഡി പാർട്ട്, വാട്ട് ഇസ് ദി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഗോഷ്യൻ സർഫസ്. അത് ഗോസസ് തിയറത്തിന്റെ RHS ആണ്, 1 by epsilon 0 q. ആ q എത്രയാണെന്നാണ് ചോദ്യം. ഈ പാർട്ട്, apply Gauss's theorem to find the electric field at P for the above mentioned charged wire. നമ്മുടെ ഡെറിവേഷൻ ആണ്. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. അത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഒന്നിനെ ആസ്പദമാക്കി തന്നെയാണ്. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ് ഈ 5 പാർട്ടുകളിലും വന്നിരിക്കുന്നത്. ആറാമത്തെ ഭാഗത്തില് ചോദിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, compare the electric field for the above case with that of a field of uniformly charged infinite plane sheet. ലൈൻ ചാർജിനെ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരങ്ങൾ അല്പം കൂടി വിശദമായി നമുക്ക് പരിശോധിക്കാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിന് 6 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ 5 ഭാഗങ്ങളുടെ ഉത്തരമാണ് ഇപ്പൊ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. A part, to find the electric field at P located at a distance small r from the line charge, describe an appropriate Gaussian surface. നമുക്കറിയാം യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് r അകലത്തിൽ ലൈൻ ചാർജിൽ നിന്നും ഉള്ളതെന്ന്. അങ്ങനെയാകുമ്പോൾ അപ്രോപ്രിയേറ്റ് ഗോഷ്യൻ സർഫസ് സിലിണ്ടർ ആവുകയേ തരമുള്ളൂ. സോ ദ ആൻസർ ഈസ് എ സിലിണ്ടർ. B part, define electric flux. Write the mathematical expression for the electric flux. Phi equal to surface integral vector E dot vector ds is equal to 1 by epsilon 0 into q. അതാണ് ഫൈയുടെ എക്സ്പ്രഷൻ. അതായത് ഒരു സർഫസിന്
പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. സി പാർട്ട്. Find the total electric flux through the Gaussian surface for the above mentioned closed surface. ഇപ്പൊ ഇവിടെ നമ്മുടെ ഗോഷ്യൻ സർഫസ് ഒക്കെ എടുത്തിട്ട് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രണ്ട് ഫ്ലാറ്റ് ഫേസസും ഉണ്ട്, ഒരു കർവ്ഡ് ഫേസും ഉണ്ട്. വക്രമുഖം എടുക്കുമ്പോൾ പി എന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന കർവ്ഡ് ഫേസ് അല്ലെങ്കിൽ വക്രമുഖം എടുക്കുമ്പോഴേക്കും ഇലക്ട്രിക് ഫീൽഡും അതുപോലെ ആ പി എന്ന പോയിന്റിന് നോർമൽ ആയിട്ടുള്ള ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫ്ലക്സ് വരിക. കർവ്ഡ് ഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത് 2πRL ആണ്, വേർ R ഈസ് ദി റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ആൻഡ് L ഈസ് ദി ലെങ്ത് ഓഫ് ദി സിലിണ്ടർ. ഓക്കെ, ഇനി രണ്ട് ഫ്ലാറ്റ് ഫേസസ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. മുകളിലത്തെയും താഴത്തെയും ഭാഗം നോക്കുക. ഇലക്ട്രിക് ഫീൽഡും നോർമൽ ഏരിയ വെക്ടറും കാണിച്ചിരിക്കുന്നതിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് എന്ന് എടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കോസ് 90 വരും. കോസ് 90 0 ആയതുകൊണ്ട് അവിടുത്തെ കൂടിയുള്ള ഫ്ലക്സ് പരിഗണിക്കാനില്ല, കാരണം അവിടെ ഫ്ലക്സ് 0 ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഗോസസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇ ഇൻറ്റു 2πRL ആകും. ഫൈ ഈക്വൽ ടു ഇ ഇൻറ്റു 2πRL. ഇനി ആർ എച്ച് എസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആർ എച്ച് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. വാട്ട് ഈസ് ക്യൂ ഇൻ ദ കേസ് ഓഫ് എ ലൈൻ ചാർജ്? നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ അറിയാം. ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എൽ ആണ്. സോ ക്യൂ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ ആണ്. അങ്ങനെ ഇ ഇൻറ്റു 2πRL ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എന്നതിന് പകരം ലാംഡ എൽ ബൈ എപ്സിലോൺ 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻ കിട്ടുക ഇ ഈക്വൽ ടു ലാംഡ ബൈ 2πε0 ഇൻറ്റു ആർ എന്നാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് പി ഡിസ്റ്റന്റ് ആർ ഫ്രം ദി ലൈൻ ചാർജ്. The value is E equal to lambda by 2πε0 into R. Okay. ഇപ്പോ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. Apply Gauss's theorem to find the electric field at P for the above mentioned charged wire. Write the expression for the electric field E equal to lambda by 2πε0 into R. Okay. ഈ എക്സ്പ്രഷൻ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണണം. ഇതാണ് സെക്കൻഡ് ആപ്ലിക്കേഷൻ. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് ഷീറ്റിന്റെ നീളം വളരെ കൂടുതലാണെങ്കിൽ ആ ഷീറ്റിനെ നമുക്കൊരു ഇൻഫിനിറ്റ് ഷീറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബോർഡ് എടുക്കുകയാണെങ്കിൽ ബോർഡിനൊരു 2 മീറ്റർ നീളമുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള പോയിന്റിലേക്ക് ബോർഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ ഉള്ളെന്ന് വിചാരിച്ചോളൂ. ഈ 1 സെന്റിമീറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2 മീറ്റർ നീളമുള്ള ബോർഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആയിട്ട് തന്നെ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഇൻഫിനിറ്റ് ഷീറ്റിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഗോഷ്യൻ സർഫസ് വേണം. പി എന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഗോഷ്യൻ സർഫസ് പാരലപ്പിപ്പഡ് ആയിട്ടോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ആയിട്ടോ പരിഗണിക്കാവുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പാരലപ്പിപ്പഡ് ആണ്. സിലിണ്ടറിക്കൽ ആയിട്ടെടുത്താലും സെയിം റിസൾട്ട് തന്നെ ആപ്ലിക്കബിൾ ആണെന്ന് കാണാവുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്. റേഡിയൽ ആയതുകൊണ്ട് ഷീറ്റിന് സിമ്മട്രിക് ആയിട്ട്
ഇവിടെ കാണിച്ചിരിക്കുന്ന 1 and 2 രണ്ട് പോയിന്റുകളിലെയും ഇലക്ട്രിക് ഇന്റൻസിറ്റി ഒന്ന് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടുത്തെ എലിമെന്റൽ ഏരിയ ക്യാപിറ്റൽ എ ആണെന്നിരിക്കട്ടെ. 1 and 2 മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകളിലെ എലിമെന്റൽ ഏരിയ ക്യാപിറ്റൽ എ ആണെന്നിരിക്കട്ടെ. ഈ രണ്ട് ഏരിയകളിൽ കൂടിയുള്ള ഫ്ലക്സ് മാത്രം നമുക്ക് പരിഗണിച്ചാൽ മതിയാകും. ഓക്കെ, കാരണം ഗോഷ്യൻ സർഫസ് ആയി എടുക്കുന്ന പാരലപ്പിപ്പഡിന്റെ 4 വശങ്ങളിൽ, അതല്ലെങ്കിൽ സിലിണ്ടർ എടുക്കാന്ന് പറഞ്ഞു, സിലിണ്ടർ ആകുമ്പോൾ സിലിണ്ടറിന്റെ കേർഡ് റീജിയണിൽ കൂടിയുള്ള ഫ്ലക്സ് 0 പാരലപ്പിപ്പഡിന്റെ 4 വശങ്ങളിൽ കൂടിയുള്ള ഫ്ലക്സ് 0 അതുപോലെ തന്നെ സിലിണ്ടറിന്റെ എടുക്കുകയാണെങ്കിൽ സിലിണ്ടറിന്റെ കേർഡ് സർഫസിൽ കൂടിയുള്ള ഫ്ലക്സ് 0 ഓക്കെ, അവിടെ വരുന്നത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഇപ്പൊ കോസ് 90 എടുക്കുമ്പോൾ 0 എന്ന് വരുന്നതായിരിക്കും. 1 എന്നും 2 എന്നും കൊടുത്തിരിക്കുന്ന ഫ്ലാറ്റ് സർഫസുകൾ ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻടു ഏരിയ എന്ന് വരുന്നത് 2EA എന്നാകും. LHS വരുന്ന സർഫസ് ഇന്റഗ്രൽ E.ds എന്ന് വരുന്നത് 2EA എന്നായിട്ട് വരുന്നതായിരിക്കും. ഇപ്പൊ രണ്ട് ഫ്ലാറ്റ് സർഫസുകൾ വരുന്നത് കൊണ്ടാണ് 2 എന്ന ഫാക്ടർ വന്നിരിക്കുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എടുക്കുമ്പോഴാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻടു ഏരിയ ഓഫ് ദി ഗോഷ്യൻ സർഫസ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന് എന്തായിരിക്കും? അതാണ് 2EA. ക്ലിയർ? ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു Q/A ആണ്. അപ്പം സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ സിഗ്മ ഈക്വൽ ടു Q/A ആണ്. Q ഈക്വൽ ടു സിഗ്മ A ആണ്. അപ്പോ LHSും RHSും ആയി കഴിഞ്ഞു. ഗോസസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. LHSല് 2EA വരും, RHSല് സിഗ്മ A വരും, ഓർ E ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. ഓക്കെ, E ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 എന്ന് വെറുതെ പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെക്ടർ ഫോമില് പറയണം. വെക്ടർ E ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 ഇൻറ്റു n ക്യാപ്. n ക്യാപ്പിന്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. വാട്ട് ഈസ് n ക്യാപ്? n cap is a unit vector normal to the plane and going away from it. Okay, unit vector going away from it. അതാണ് നമ്മുടെ n cap എന്ന് പറയുന്നത്. ഈ ഡെറിവേഷനും അതുപോലെ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷനും സിഗ്മ ബൈ 2ε0 അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഉള്ളതാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിക്കുമ്പോൾ E ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 എന്നുള്ള എക്സ്പ്രഷന് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഈ എക്സ്പ്രഷന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് P എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ R-നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ എക്സ്പ്രഷനിൽ R വരുന്നില്ലല്ലോ. സോ ദ ഡിസ്റ്റൻസ് R-നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഡിസ്റ്റൻസ് ടു ദി പോയിന്റ് R. Okay, hence we say that the electric field is uniform throughout. Okay, ഡിസ്റ്റൻസിന്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താ പറയാ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ R-നെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ത്രൂ ഔട്ട് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്.
ചോദ്യം ഇതായിരുന്നു, കമ്പയർ ദി ഇലക്ട്രിക് ഫീൽഡ് ഫോർ ദി എബോവ് കേസ് വിത്ത് ദാറ്റ് ഓഫ് ദി ഫീൽഡ് ഓഫ് യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ലൈൻ ചാർജിനെയും പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിനെയും കമ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി രണ്ട് കേസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലൈൻ ചാർജിനെ സംബന്ധിച്ചിടത്തോളം E = λ/2πε0r ആണ്. പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം E = σ/2ε0 ആണ്. അതായത് the electric field intensity due to an infinitely long charged wire depends on distance. അല്ലെ, E = λ/2πε0r എന്ന് പറയുമ്പോൾ അവിടത്തേക്ക് ഡിസ്റ്റൻസ് r വരുന്നുണ്ട്. ഫോർ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഡിസ്റ്റൻസ് പരിഗണിക്കുന്നേ ഇല്ല. E = σ/2ε0 മാത്രമാണ് എക്സ്പ്രഷനിൽ വരുന്നത്. അതായത് ലൈൻ ചാർജിനെ സംബന്ധിച്ചിടത്തോളം നോൺ യൂണിഫോം ആണ് ഇലക്ട്രിക് ഫീൽഡ്. R യൂണിഫോം ആയിട്ടുള്ള എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡിന് ഒരു വാല്യൂ ആയിരിക്കും. ആറിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം E = σ/2ε0 ആയിരിക്കും. അപ്പോൾ അത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ കാര്യത്തിൽ ഉള്ളത്. വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന 2ാം അധ്യായത്തിലെ കപ്പാസിറ്റർ എന്ന ഭാഗത്ത് നിന്നുള്ളതാണ്. ചോദ്യം വായിക്കുന്നു. എ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ചാർജസ് ആസ് വെൽ ആസ് എനർജി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പ്രോപ്പർട്ടി കോൾഡ് കപ്പാസിറ്റൻസ്. റൈറ്റ് ദി SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഡിഫൈൻ ഇറ്റ്. കപ്പാസിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഇലക്ട്രിക്കൽ ചാർജും എനർജിയും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഡിവൈസ് ആണ് കപ്പാസിറ്റർ. അങ്ങനെ ഇലക്ട്രിക്കൽ ചാർജും എനർജിയും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്ററിന്റെ കഴിവിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. അതിന് ഡിഫൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഫാരഡ് ആണ്. FARAD. എല്ലാം സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം. സിമ്പിൾ ആയിട്ട് ക്യാപിറ്റൽ F എന്ന് കൊടുക്കാം. ഈ 1 ഫാരഡിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? C = Q/V എന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആവുന്നത് എപ്പോഴാണ്? ചാർജ് Q റൈസസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബൈ 1 വോൾട്ട്. അന്നേരമുള്ള കപ്പാസിറ്റൻസിനെ പറയുന്ന പേരാണ് 1 ഫാരഡ്. Capacitance is 1 farad if 1 coulomb charge raises its potential by 1 volt. C = Q/V എന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് കപ്പാസിറ്റൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ബി പാർട്ട്. You are given 2 capacitors, 2 microfarad and 3 microfarad values. What are the maximum and minimum values of capacitance that can be obtained by combining them? ഇപ്പോ കപ്പാസിറ്റൻസ് കോമ്പിനേഷൻ സീരീസിലും പാരലലിലും കൊടുക്കാവുന്നതാണ്. മാക്സിമം ആകുന്നത് പാരലൽ കോമ്പിനേഷനിലാണ്. പാരലൽ കോമ്പിനേഷനിൽ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ C1 + C2 ആയിരിക്കും അവയുടെ ഇഫക്റ്റീവ് പാരലൽ കപ്പാസിറ്റൻസ് എന്ന് പറയുക. 2 മൈക്രോഫാരഡും 5 മൈക്രോഫാരഡും ആയിരിക്കുമ്പോൾ ഇഫക്റ്റീവ് പാരലൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 5 മൈക്രോഫാരഡ് ആയിരിക്കും. പിന്നെ മിനിമം വാല്യൂ വരുന്നത് കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ്. സി മിനിമം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C1 C2 C1 + C2 ആണ്. അല്ലെങ്കിൽ 1/C = 1/C1 + 1/C2 എടുത്തിട്ട് അതിൽ നിന്നും സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ C1 C2 C1 + C2 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.2 മൈക്രോഫാരഡ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സി പാർട്ട്. Obtain an expression for the electrostatic energy stored in a capacitor. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ഇൻ ചാർജിങ് ഇറ്റ്. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കാനുള്ള വർക്ക് ഡൺ എത്രയാണോ അതാണ് ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി എന്നത്. നമുക്കൊരു
സി കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. സ്മോൾ ക്യൂ ആണ് അതിന്റെ ചാർജ്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലെ എന്ന് വിചാരിക്കുക. അന്നേരമുള്ള പൊട്ടൻഷ്യൽ വി ആണെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഒരു ചാർജ് ഡി ക്യൂ, ഒരു എലിമെന്റൽ ചാർജ് ഡി ക്യൂ കപ്പാസിറ്ററിന് കൊടുക്കുകയാണെങ്കിൽ അതിനു വേണ്ടി വരുന്ന എനർജി dw ഈക്വൽ ടു വി ഡി ക്യൂ എന്നാണ് എടുക്കുന്നത്. എലിമെന്റൽ എനർജി dw ഈക്വൽ ടു വി ഡി ക്യൂ എന്നാണ് എടുക്കുന്നത്. പക്ഷെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്കറിയാം, വി ഈക്വൽ ടു ക്യൂ ബൈ സി എന്നതാണ്. ടോട്ടലായിട്ട് ചാർജ് ചെയ്യിക്കേണ്ടത് സീറോ ചാർജിൽ നിന്ന് ക്യൂ ചാർജിലേക്കാണ്. സോ ടോട്ടൽ വർക്ക് ഡൺ അതായിരിക്കും എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ W ഈക്വൽ ടു ഇന്റഗ്രൽ 0 to Q V dQ, and that is equal to integral 0 to Q by C dQ. 1 by C എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, അതിന് വേരിയേഷൻ വരുന്നില്ല. പിന്നെ ഇന്റഗ്രൽ 0 to Q dQ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇന്റഗ്രൽ 0 to Q dQ ന്റെ വാല്യൂ Q²/2 ആണ്. അതിന്റെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ക്യൂവും ലോവർ ലിമിറ്റ് 0യും കൊടുക്കുമ്പോഴേക്കും നമുക്ക് എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റർ ഓർ വർക്ക് ഡൺ എന്നത് കിട്ടുക ഹാഫ് Q²/C എന്നായിരിക്കും. ഓക്കെ, 1/C ഇൻറ്റു Q²/2 അതാണ് ഹാഫ് Q²/C. Q ഈക്വൽ ടു സി വി എന്നുള്ള എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ വർക്ക് ഡണ്ടെ എക്സ്പ്രഷൻ കിട്ടുക ഹാഫ് CV² എന്നും ആയിരിക്കും. അപ്പോൾ പലതരത്തില് നമുക്ക് വർക്കിന്റെ എക്സ്പ്രഷൻ എഴുതാനാവും. എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റർ യു എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കാറുണ്ട്. ജനറൽ ആയിട്ട് യു ഈക്വൽ ടു ഹാഫ് CV² എന്ന് പറയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണിത്. പരമാവധി 16 മാർക്ക് നേടാനാവുമെന്നത് ചെറിയ കാര്യമല്ല. പ്രിസത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ 100% ഉറപ്പാണ്. ABC എന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ സെക്ഷൻ ഓഫ് ദി പ്രിസം ആണ്. PQ ഈസ് ദി ഇൻസിഡന്റ് റേ, QR ഈസ് ദി റിഫ്രാക്റ്റഡ് റേ ത്രൂ ദി പ്രിസം, and RS is the emergent ray. PQ, QR, RS. Arrow mark പ്രത്യേകം ശ്രദ്ധിക്കുക. I is the angle of incidence at the first phase AB. R1 is the angle of refraction at the first phase AB. AB എന്ന റിഫ്രാക്റ്റിംഗ് ഫേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1ഉം ശ്രദ്ധിക്കുക. AB എന്ന ഫേസിലെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ദി റേ Q ആണെങ്കിൽ QN എന്ന് കാണിച്ചിരിക്കുന്നതാണ് നോർമൽ അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. PQ എന്ന ഇൻസിഡന്റ് റേ QN എന്ന നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന് പറയുന്നത്. റിഫ്രാക്റ്റഡ് റേ QR കാണുന്നുണ്ടല്ലോ. റിഫ്രാക്റ്റഡ് റേ QNുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1. ഇനി നമുക്ക് സെക്കൻഡ് ഫേസ് AC പരിഗണിക്കാം. അവിടുത്തെ നോർമൽ ആണ് RN. റിഫ്രാക്റ്റഡ് റേ QR നമ്മുടെ നോർമൽ RNുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദി ഫേസ് AC. എമർജന്റ് റേ RS കണ്ടല്ലോ. എമർജന്റ് റേ നോർമലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എമർജൻസ് E എന്ന് കാണിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്ത ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും കൂട്ടിമുട്ടിയാൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. നമുക്കിന്ന് പരിശോധിക്കാനുള്ള ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് R1 പ്ലസ് R2 ഈക്വൽ ടു ആംഗിൾ A എന്ന് തെളിയിക്കാനാണ്. അതിനുവേണ്ടി ക്വാഡ്രിലാറ്ററൽ AQNR പരിഗണിക്കണം. ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ R ഈക്വൽ ടു 90 ഡിഗ്രി. വ്യക്തമാണല്ലോ. എന്തുകൊണ്ടാണ്? നോർമൽസ് ആണ്. അതുപോലെ ആംഗിൾ A പ്ലസ് ആംഗിൾ QNR ഈക്വൽ ടു 180 ഡിഗ്രി.
അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇനി നമുക്ക് ട്രയാങ്കിൾ QNR നോക്കാം. ട്രയാങ്കിൾ QNRൽ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ QNR ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിനെ ഇക്വേഷൻ 2 ആയി കാണേണ്ടതാണ്. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 കമ്പയർ ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടും R1 പ്ലസ് R2 ഈക്വൽ ടു ആംഗിൾ A. ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിന്റെ എ പാർട്ട് ഷോ ദാറ്റ് R1 പ്ലസ് R2 ഈക്വൽ ടു A എന്നതാണ്. പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ചോദ്യം വായിക്കുന്നു. എ റേ ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ വൺ സൈഡ് ഓഫ് എ പ്രിസം ABC whose refracting angle is capital A. The angles of incidence and refraction at the face AB is I1 and R1 while at the second face AC is I2 and R2. നമ്മള് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഡയഗ്രത്തില് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദ ഫേസ് AB I എന്നും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് AB R1 എന്നും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ഫേസ് AC R2 എന്നും ആംഗിൾ ഓഫ് എമർജൻസ് I2 പകരം സ്മോൾ e എന്നുമാണ് എടുത്തിരുന്നത്. എങ്ങനെ എടുത്താലും കാര്യങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. R1 പ്ലസ് R2 ഈക്വൽ ടു A എന്ന് പ്രൂവ് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബി പാർട്ട് ചോദ്യം, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം? സി പാർട്ട്, ഇഫ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി എബോവ് പ്രിസം ഈസ് 1.5, ഫൈൻഡ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം. പിന്നെ പറഞ്ഞിരിക്കുന്നത് find the angle of incidence in order that emergent ray may just graze the other face. I2 equal to 90 degree. Take angle A equal to 60 degree. പിന്നെ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് അവയും തന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. Expression for the refractive index of the material of the prism. N equal to sin A plus D by 2 by sin A by 2. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡെറിവേഷൻ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ആ ഡെറിവേഷന്റെ തുടക്കത്തിൽ പ്രൂവ് ചെയ്യാനുള്ളതാണ് R1 പ്ലസ് R2 ഈക്വൽ ടു A എന്നത്. നമ്മളത് വിശദമായി കണ്ടു കഴിഞ്ഞു. ഡയഗ്രാം വരച്ച് ക്വാഡ്രിലാറ്ററൽ AQNR ഒക്കെ മാർക്ക് ചെയ്ത് രണ്ട് ഇക്വേഷൻസ് എടുത്ത് അവ കമ്പയർ ചെയ്തിട്ടാണ് R1 പ്ലസ് R2 ഈക്വൽ ടു A എന്ന് പ്രൂവ് ചെയ്യുന്നത്. അതാണ് എ പാർട്ട്. ബി പാർട്ടില് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ എന്നാൽ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് റിഫ്രാക്ഷൻ നടക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അതായത് പ്രിസത്തിൽ നിന്നും എയറിലേക്ക് റിഫ്രാക്ഷൻ നടക്കുന്നു എന്ന് വിചാരിക്കുക. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദി റെയറർ മീഡിയം ഈസ് 90 ഡിഗ്രി. എയറിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിസത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദി പ്രിസം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരികയാണെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിരിക്കും നടക്കുക. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെയൊക്കെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അവർ സെക്കൻഡ് പാർട്ട്. സി പാർട്ടില് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്. N ഈക്വൽ ടു 1 ബൈ സൈൻ സി. N റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സൈൻ സി ഈക്വൽ ടു 1 ബൈ 1.5 ഓർ സി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 ബൈ 1.5. വർക്കൗട്ട് ചെയ്യുമ്പോൾ 41 ഡിഗ്രി 49 മിനിറ്റ് എന്ന് കിട്ടുന്നതായിരിക്കും. ദാറ്റ് ഈസ് അവർ സി പാർട്ട്. ഇനി ഡി പാർട്ടില് ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് I2 90 ഡിഗ്രി ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R2 വാല്യൂവിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് I1 എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സോ നമ്മുടെ ഇക്വേഷൻ R1 പ്ലസ് R2 ഈക്വൽ ടു 60 ഡിഗ്രി അല്ലെങ്കിൽ R1 പ്ലസ് R2 ഈക്വൽ ടു A എന്നത് എടുക്കാം.
അതിൽ നിന്നും R1ന്റെ വാല്യൂ R1 ഈക്വൽ ടു 60 മൈനസ് R2 കിട്ടുന്നതായിരിക്കും. 60 മൈനസ് R2, R2ന്റെ വാല്യൂ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അത് 41 ഡിഗ്രി 49 മിനിറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. സോ R1 ഈക്വൽ ടു 60 മൈനസ് C ഈക്വൽ ടു 18 ഡിഗ്രി 11 മിനിറ്റ്. നമുക്ക് സ്നെൽസ് ലോ അറിയാം, N ഈക്വൽ ടു sin I ബൈ sin R. സോ 1.5 ഈക്വൽ ടു sin I1 ബൈ sin R1 എടുക്കാവുന്നതാണ്. സോ R1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോ I1 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1.5 ഇൻറ്റു സൈൻ 18 ഡിഗ്രി 11 മിനിറ്റ് ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1.5 ഈക്വൽ ടു സൈൻ I1 ബൈ സൈൻ 18 ഡിഗ്രി 11 മിനിറ്റ്. സൈൻ I ബൈ സൈൻ R അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് I1ന്റെ വാല്യൂ കിട്ടുന്നതായിരിക്കും. I1ന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 27 ഡിഗ്രി 55 മിനിറ്റ് എന്നുള്ളത്. So that is the angle of incidence in order that the emergent ray may just graze the other side. Okay. So I1 വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഗ്രേസ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും I2 90 ഡിഗ്രി ആണ്. അപ്പോഴുള്ള കറസ്പോണ്ടിങ് R2 വാല്യൂ നമുക്ക് അറിയാം, അത് കണ്ടുപിടിക്കും. അതിൽ നിന്നും I1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം പ്രിസത്തിനെ സംബന്ധിച്ചുള്ള ഡെറിവേഷനും പ്രോബ്ലംസും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡെറിവേഷൻ പഠിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഡെറിവേഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കടക്കട്ടെ. പൊട്ടൻഷ്യോമീറ്ററിന്റെ തിയറി മുൻപ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതറിയാമെങ്കിൽ മാത്രം പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാനാവും. അതുകൊണ്ട് ആ ക്ലാസ് ഒന്ന് റെഫർ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിന് 5 ഭാഗങ്ങളുണ്ട്. ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ? പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ഡിസ്കസ് ചെയ്തതാണ്. E പ്രൊപ്പോർഷണൽ ടു L. എന്താണത്? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് E between the 2 points of a current carrying conductor is directly proportional to the length of the wire between the 2 points. അതാണ് E പ്രൊപ്പോർഷണൽ ടു L. ഗാലനോമീറ്റർ കറന്റ് IG 0 ആകുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ബാലൻസ് ലെങ്ത് മെഷർ ചെയ്തിട്ട് അത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നൾ ഡിഫ്ലക്ഷൻ മെത്തേഡാണ് പൊട്ടൻഷ്യോമീറ്ററിൽ അപ്ലൈ ചെയ്യുന്നത്. E proportional to L, that is the principle of a potentiometer. Second part, why is it preferred over a voltmeter? വോൾട്ട്മീറ്ററും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനുള്ള ഡിവൈസ് ആണ്. പൊട്ടൻഷ്യോമീറ്ററും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ EMF മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്താണ് പൊട്ടൻഷ്യോമീറ്ററിന് വോൾട്ട്മീറ്ററിനെ അപേക്ഷിച്ച് കൂടുതൽ ഗുണമുള്ളത് എന്താണ്? നമുക്കറിയാം, പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് പൊട്ടൻഷ്യോമീറ്റർ മെഷേഴ്സ് EMF വിത്തൌട്ട് ഡ്രോയിങ് കറന്റ് ഫ്രം ദി സെൽ. സർക്യൂട്ടിൽ നിന്നും കറന്റ് ഒന്നും അത് എടുക്കുന്നില്ല. നൾ ഡിഫ്ലക്ഷൻ മെത്തേഡാണ്. പക്ഷേ നമ്മുടെ വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ നിന്നും അത് കറന്റ് എടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ആക്ച്വൽ EMF കുറവായിരിക്കും. EMFല് മെഷർമെന്റിൽ കുറവ് വരുന്നത് കൊണ്ട് ആക്യുറേറ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താനാവുക ഏത് തന്നെയാണ്? പൊട്ടൻഷ്യോമീറ്റർ തന്നെയാണ്. വോൾട്ട്മീറ്ററിനേക്കാളും പ്രിഫറബിൾ ആയിട്ടുള്ളത് പൊട്ടൻഷ്യോമീറ്റർ തന്നെയാണ് ഫോർ ദി ആക്ച്വൽ മെഷർമെന്റ് ഓഫ് EMF ഓഫ് എ സെൽ. ഓക്കെ, ഇനി തേർഡ് പാർട്ട്, what is the resistance of 40 centimeter length of the potentiometer wire?
റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 10 ഓം ആണ് 100 സെന്റിമീറ്റർ എന്നാണ്. അതുകൊണ്ട് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് 0.01 ഓം പെർ സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ 40 സെന്റിമീറ്റർ വയറിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 40 × 0.01 ഓം പെർ സെന്റിമീറ്റർ എന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്നത് 4 ഓം എന്നായിരിക്കും. ഓക്കെ, നാലാമത്തെ പാർട്ട് നോക്കാം. If a source of EMF 10 millivolt is balanced by a length of 40 centimeter of the potentiometer wire, find the value of the external resistance R. ഇതും വ്യക്തമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത തിയറി അറിഞ്ഞിരിക്കണം. നമ്മള് സെക്കൻഡറിയില് ഒരു 10 മില്ലി വോൾട്ട് സോഴ്സ് ആണ് കൊടുക്കുന്നത്. ആ 10 മില്ലി വോൾട്ട് സോഴ്സ് കൊടുക്കുമ്പോഴേക്കും 40 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദി വയറിനാണ് ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡറിയിൽ കൊടുത്തിരിക്കുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആർ എത്രയാണെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിയറി അറിയാമെങ്കിൽ എളുപ്പം ചെയ്യാവുന്നതാണ്. കറണ്ട് I = V/R + സ്മോൾ r എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ V എന്നുള്ളത് പ്രൈമറിയിലെ സോഴ്സ് ഓഫ് EMF ആണ്. അത് 2 വോൾട്ട് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് 10 ഓം എന്ന് തന്നിട്ടുണ്ട്. സോ I = 2/R + സ്മോൾ r എന്നുള്ള ഇക്വേഷൻ I = 2/10 R എന്ന് വരുന്നതായിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 40 സെന്റിമീറ്റർ വയറാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. 40 സെന്റിമീറ്റർ വയറിന്റെ V = IR എന്നുള്ളതാണ്. I ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, 2/10 R എന്ന് കിട്ടിക്കഴിഞ്ഞു. അതിനെ R എത്രയാണ്? 4 ഓം അല്ലേ? അങ്ങനെ വരുമ്പോഴേക്കും എത്രയായിരിക്കും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 40 സെന്റിമീറ്റർ വയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8/10 R. 2/10 R × 4, അതാണ് 8/10 R എന്ന് കിട്ടുന്നത്. അതാണ് അത്രയും വോൾട്ട് ആയിരിക്കും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 40 സെന്റിമീറ്റർ വയർ. ഓക്കെ, അത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 10 മില്ലി വോൾട്ട് ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 10 മില്ലി വോൾട്ടിനാണ് ഈ 40 സെന്റിമീറ്റർ നീളത്തില് ഗാൽവനോമീറ്റർ കറണ്ട് 0 ആകുന്നത്. സോ വി ഹാവ് ദ ഇക്വേഷൻ 8/10 R = 10 മില്ലി വോൾട്ട് ഓർ R = ആറിന് ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 790 ഓം എന്നായിരിക്കും. ഓക്കെ, ഇനിയൊരു അഞ്ചാമത്തെ പാർട്ടും കൂടിയുണ്ട്. While performing an experiment of potentiometer, what precautions one must observe in the laboratory? ഇപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മുടെ EMF കമ്പാരിസന് വേണ്ടിയിട്ട് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. അതുപോലെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും ഉള്ളതാണെന്ന് അറിയാം. പ്രൈമറി സർക്യൂട്ട് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് പ്രൈമറി സർക്യൂട്ടിൽ വ്യത്യാസം വരുത്താൻ പാടില്ല. ഓക്കെ, പിന്നെ പ്രൈമറി സർക്യൂട്ടിന്റെ EMF എന്ന് പറയുന്നത് ഏത് സെല്ലിന്റെ EMF ആണോ സെക്കൻഡറിയിൽ നമുക്ക് മെഷർ ചെയ്യാനുള്ളത് അതിന്റെ EMF-നേക്കാളും കൂടുതലായിരിക്കണം. ദാറ്റ് ഈസ് the primary EMF should be greater than the EMF of the cell to be measured. Primary EMF secondary EMF-നേക്കാളും കൂടുതലായിരിക്കണം. So these are the two precautions. First one, primary circuit should not be changed during the measurement. പ്രൈമറിയിലൂടെയുള്ള കറണ്ട് ഒരു എക്സ്പെരിമെന്റ് റീഡിംഗ് എടുത്ത് തീരുന്നത് വരെ പ്രൈമറി കറണ്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. റിയോസ്റ്റാറ്റ് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് റിയോസ്റ്റാറ്റ് മൂവ് ചെയ്യിക്കാൻ പാടില്ല. അടുത്ത റീഡിംഗ് എടുക്കാൻ വേണ്ടി മാത്രമേ മറ്റൊരു കറണ്ടിന് വേണ്ടി സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ പ്രൈമറി സർക്യൂട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പ്രൈമറി EMF എന്ന് പറയുന്നത് സെക്കൻഡറി EMF-നേക്കാളും കൂടുതലും ആയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നിന്നാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്.
The kinetic energy of photoelectrons emitted by a photosensitive surface depends on dash, while the intensity of incident radiation depends on dash. Photoelectronsന്റെ kinetic energy എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? It depends on the frequency of incident radiation. അടുത്ത ഭാഗം, the intensity of incident radiation depends on dash. Intensity of incident radiation depends on the number of photons. Okay? അടുത്ത ചോദ്യം. 1 coulomb charge is initially at rest and is accelerated through a potential difference of 1 volt. During this process, the kinetic energy acquired by the charge is. പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എത്രയാണ് കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദ ചാർജ് ക്യൂ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് വി വോൾട്ട് എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, ഇ ഈക്വൽ ടു ക്യൂ വി. ആ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ ചാർജ് ക്യൂ 1 കൂളം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 volt ആണ്. So the energy acquired by the charge equal to 1 coulomb into 1 volt equal to 1 joule. സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. ഓക്കെ, റേഡിയോ ആക്ടിവിറ്റി എന്ന ടോപ്പിക്കിലെ ഹാഫ് ലൈഫ് പീരീഡിനെ സംബന്ധിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. After 1 hour, 1/8 of the initial mass of a certain radioactive isotope remains undecayed. The half-life of the isotope is. 1 മണിക്കൂർ കൊണ്ട് ആദ്യം ഉണ്ടായിരുന്നതിന്റെ 1/8 സാമ്പിൾ ആണ് അവശേഷിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ലൈഫ് എത്രയാണ്? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 1 പകുതിയാകാൻ എടുക്കുന്ന സമയം. 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 3 ഹാഫ് ലൈഫുകളുണ്ട്. 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. ഇവിടെ നമുക്ക് 3 ഹാഫ് ലൈഫിനുള്ളത് 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് ലൈഫ് എത്രയായിരിക്കും? 20 മിനിറ്റ് ആയിരിക്കും. എളുപ്പമല്ലേ പ്രോബ്ലം? സോ ദാറ്റ്സ് ഇറ്റ്. After 1 hour, 1/8 of the initial mass of a certain radioactive sample remains undecayed. Then the half-life of the isotope is 20 minutes. Okay? വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ് അടുത്ത ചോദ്യം. Sometimes when we switch off the electrical equipments, a spark is seen within the switch. This is explained on the basis of electromagnetic induction. What is self-induction? എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം? സമയത്തിനനുസരിച്ച് കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്യൂട്ടില്, ഉദാഹരണത്തിന് കമ്പിച്ചുരുളില് പ്രേരിത വൈദ്യുതി രൂപപ്പെടുന്ന പ്രതിഭാസത്തിനാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. അക്കാരണത്താലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴേക്കും ഒരു സ്പാർക്ക് കാണപ്പെടുന്നത്. ഗ്രോത്ത് ഓർ ഡീക്കേ ഓഫ് കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓർ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ ബൈ വിച്ച് എ കോയിൽ ഒപ്പോസസ് ദ ഗ്രോത്ത് ഓർ ഡീക്കേ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ് ബൈ പ്രൊഡ്യൂസിംഗ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പ്രേരിത വൈദ്യുതി രൂപപ്പെടുന്നതാണ്. ആ പ്രേരിത വൈദ്യുതിയാണ് സ്പാർക്കായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ആണ്. കറന്റ് ഇൻ എ സർക്യൂട്ട് ഫാൾസ് ഫ്രം 5 ആംപിയർ ടു 0 ആംപിയർ ഇൻ 0.1 സെക്കൻഡ്. ഇഫ് an average EMF of 200 volt is induced, determine the self-inductance of the circuit. ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ E ഈക്വൽ ടു L ഇൻറ്റു di/dt എന്നുള്ളതാണ്. അതിൽ നിന്നും സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലിന്റെ ഇക്വേഷൻ എഴുതാനാവുക L ഈക്വൽ ടു
ഇ ഡി ടി ഡിവൈഡഡ് ബൈ ഡി ഐ എന്നാണ്. ഡി ടി ടൈമാണ്, ഡി ഐ കറണ്ടിലുള്ള വ്യത്യാസമാണ്. ഡി ടി നമുക്ക് തന്നിട്ടുണ്ട് 0.1 സെക്കൻഡ്. കറണ്ട് വ്യത്യാസപ്പെടുന്നത് 5 ആംപിയറിൽ നിന്നും 0 ആംപിയറിലേക്കാണ്. ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് 200 വോൾട്ട് ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 4 ഹെൻറി. ഓക്കെ, സോ ഈ രണ്ട് കൊച്ചു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.